അനൂപ് ആറ്റുകാൽ പൊങ്കാലയായി. അതെ, ഇന്നലെ ആയിരുന്നു ഉദ്ഘാടനം അല്ലെ? നമ്മുടെ മോഹൻലാൽ ആയിരുന്നു. അതെ, അദ്ദേഹത്തിന് ഒരു അവാർഡ്, അതെ ഉദ്ഘാടനം, അദ്ദേഹത്തിന് ഒരു അവാർഡൊക്കെ അംബാ പുരസ്കാരം. അദ്ദേഹം വളരെ വികാരാധീനായൊക്കെ സംസാരിച്ചു അല്ലെ ആറ്റുകാൽ അമ്മയെ കുറിച്ച്. അദ്ദേഹം അവിടെ കൊച്ചുനാളിൽ വന്നത്, അദ്ദേഹത്തിന് ഈ പുരസ്കാരം കിട്ടിയ എന്നെ അകം നിറയെ അമ്മ എന്നായിരുന്നു മോഹൻലാൽ പ്രസംഗിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവിയുടെയാണ് ആറ്റുകാൽ അമ്മ. അദ്ദേഹം ഇന്നലെ സദസ്സിൽ വികാരഭരിതനായി. അമ്മ ഇല്ലാത്ത ഒരു പൊങ്കാലയാണ് ഈ വർഷം. അമ്മ ഇല്ലാത്തൊരു പൊങ്കാല, അതാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ. തീർച്ചയായിട്ടും മോഹൻലാലിന്റെ അമ്മയെ എത്രയോ കണ്ട് സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന. അതുപോലെ ആറ്റുകാൽ അമ്മ തിരുവനന്തപുരത്തുകാരുടെ അമ്മയൊന്നുമല്ല, നമ്മുടെ ഈ ലോകത്ത് ഏത് മലയാളിയുണ്ടോ മലയാളികളുടെ എല്ലാം അമ്മയാണ്. അപ്പോൾ ആ അമ്മ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ദൈവങ്ങൾ വേറെ ഉണ്ട്. ഇപ്പൊ ചോറ്റാനിക്കര അമ്മയുണ്ട്, കൊടുങ്ങല്ലൂർ അമ്മയുണ്ട്. അപ്പോ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ സ്ഥലം പിടിച്ചത് ആറ്റുകാൽ പൊങ്കാലയാണ്, ദേവീക്ഷേത്രത്തിലെ പൊങ്കാലയാണ്. അപ്പം സ്ത്രീകളെല്ലാം ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. സ്ത്രീകൾ മാത്രമല്ല, തിരുവനന്തപുരം കാർക്കിന്നി ഉറക്കമില്ലാത്ത രാത്രികൾ, ഉത്സവ നാള്, ഇനി പൊങ്കാല വരെ അതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിലും പല പല ആളുകൾ നടപ്പാക്കുന്ന പൊങ്കാലയ്ക്ക് വേണ്ടി അവർ നടപ്പാക്കുന്ന പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കും. അതെ, തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാഷ്ട്രീയത്തിന് മാത്രമല്ല മതങ്ങൾക്ക് അതീതമായി എല്ലാവരും കൂടി നിന്ന് നടപ്പാക്കുന്ന, എന്നാൽ നമുക്കെല്ലാം അത്ഭുതമായി. ആ പൊങ്കാല ദിവസം നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം ഒന്ന് റോഡിലേക്ക് ഇറങ്ങിയാൽ എന്തോരം ആളുകൾ ഒത്തൊരുമയോടെ, വളരെ ഒത്തൊരുമയാണ്. വെച്ചാൽ ഓരോ ജംഗ്ഷനിലും കാര്യം പൊങ്കാല ഇടാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ഇവരെല്ലാം ഒത്തൊരുമയോടെ, ഇപ്പൊ വെള്ളം കൊടുക്കാനാണെങ്കിലും ഭക്ഷണം കൊടുക്കാനാണെങ്കിലും, ഈ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞ വേറെ മതത്തിലുള്ള ആളുകളാണ്. അല്ല, അവിടെ അങ്ങനെ ഒരു ഇതിൽ ആറ്റുകാൽ അമ്മയെ സംബന്ധിച്ച് ഇപ്പൊ മണക്കാട് എടുക്കുകയാണെങ്കിൽ, മണക്കാട് ഒരു പ്രത്യേക സമൂഹം, ഒരു ന്യൂനപക്ഷ ഉണ്ടെങ്കിൽ ആ പാളയത്തിലോട്ട് പോയാൽ നമുക്ക് മനസ്സിലാവും. പള്ളിയുടെ അവിടെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. തീർച്ചയായും പാളയം പള്ളിയുടെ അടുത്തൊക്കെയാണ് അവർ പറയുന്നത് അകത്ത് കയറി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാ പറയുന്നത്. കാരണം അവരുടെ ആളുകളാണ് വെള്ളം കൊടുക്കുന്നത്. കാരണം കഴിഞ്ഞ എത്ര വർഷങ്ങളായിട്ട് നടന്നു വരുന്ന കാര്യമാണ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എല്ലാവരും ഒത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ട് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അല്ലേ? അതെ. അനൂപിന് അവിടെ എങ്ങനെ, നേമത്ത് ആണോ, ഇത് ജംഗ്ഷനിലാണോ, അതേ നിങ്ങൾ ആറ്റുകാൽ? ഇല്ല, അമ്മ ആറ്റുകാലിന്റെ അടുത്ത പൊങ്കാലുണ്ട്. അവിടെ സുഹൃത്തിന്റെ വീട്ടിലായിരിക്കും. നമുക്ക് റിലേറ്റീവിന്റെ വീടുണ്ട് അവിടെ അടുത്താണ്. ഞാനാണ് അമ്മയെ കൊണ്ടുപോകുന്നത്. എല്ലാ വർഷവും അമ്മയെ കൊണ്ടുപോകും. നമ്മളെ നേമം ജംഗ്ഷനിലൊക്കെ ഇതുണ്ടാവില്ലേ, പൊങ്കാല കലങ്ങളൊക്കെ ഉണ്ടാവും? നേമം ജംഗ്ഷനിലും ഉണ്ടാവും. നമുക്ക് ഈ കിള്ളിപ്പാലം നീരമംഗര തൊട്ടാണ് നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പൊങ്കാല പരിപാടികളെല്ലാം സ്റ്റാർട്ട് അവിടെ തൊട്ടാണ്. ഈ അലങ്കാര അവര് അങ്ങനെ അവിടെ നിന്നാണ് അങ്ങ് തുടങ്ങുന്നത്. ഇപ്പൊ തന്നെ ആളുകളെല്ലാം നിറഞ്ഞിരിക്കുന്നു. സ്ഥലം പിടിക്കൽ വരെ എവിടെ നിന്നൊക്കെ ആളുകൾ വരുന്നെന്ന് അറിയാമോ? ഇപ്പം എന്റെ ഒരു റിലേറ്റീവ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്. എന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. നമ്മളെ റിലേറ്റീവ് ഒരു പൊങ്കാല ഇടാൻ വേണ്ടി വരുന്നത്. അങ്ങനെ എവിടെ നിന്നൊക്കെ ആളുകൾ വരുന്നതാണ്. കാരണം മദാമ്മമാര് ഈ വിദേശത്തുനിന്ന് ആളുകൾ, വിദേശീയരായിട്ടുള്ളവര്, സത്യത്തിൽ ഈ പറയുന്ന പോലെ സിനിമാ നടിമാര്, ഇവരൊക്കെ സീരിയൽ താരങ്ങൾ, ഇവരൊക്കെ എല്ലാ വർഷവും ഇടുന്നതാണ്. ഈ ചിപ്പിയൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സ്ഥിരമായിട്ട് വരുന്നതാണ്. കാരണം ചിപ്പി എന്ന് പറഞ്ഞാൽ സീരിയലിനെക്കാട്ടി പൊങ്കാല മാത്രമല്ല ഈ മലയാള സിനിമയിലെ ഒരുവിധപ്പെട്ട എല്ലാ സ്ത്രീകളും വരുന്നുണ്ട്. അല്ല, ഇതിനകത്ത് ഒരു വിശ്വാസത്തിന്റെ ഇതും കൂടെ വരുന്നുണ്ട്. വെച്ചാൽ ഈ പറയുന്ന പോലെ എല്ലാ വർഷവും പൊങ്കാല ഇടാൻ കഴിയുന്നതും ഒരു ഭാഗ്യമാണ്. ഇവർ എന്തൊക്കെ മറന്നാലും പൊങ്കാല ഇവർ മറക്കില്ല. അല്ല, അത് ഒരു വിശ്വാസത്തിന്റെ ഭാഗം കൂടെയാണ്. വിശ്വാസത്തിന്റെ ഭാഗം. പിന്നെ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം അറിയോ അനൂപ, ഈ ദൃശ്യമാധ്യമ രംഗം ഇത്രയും സജീവമാകുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന പ്രിന്റിൽ പണിയെടുത്തൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോ ഈ ജനം പൊങ്കാലയിട്ട് വരുന്നതിന്റെ ഒരു ദൃശ്യമുണ്ട്. അത് നമുക്ക് ഒരിക്കലും, അതൊരു വല്ലാത്ത KSRTC ബസ്സെല്ലാം തിങ്ങി നിറഞ്ഞ ഒരു വൈറ്റ് ഷോട്ടിൽ. അതായത് എന്നെയും വിളിച്ചോണ്ട് ക്യാമറമാൻ നമ്മുടെ തിരുവനന്തപുരത്ത് ഓവർബ്രിഡ്ജിന്റെ അവിടെ ഒരു ബാങ്കിന്റെ, സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ടോപ്പ് ഉണ്ട്. ആ ടോപ്പിൽ ഞങ്ങൾ കയറും. നമ്മൾ 2-3 ക്യാമറമാർ കാണും. അപ്പൊ മുകളിൽ നിന്ന് എടുക്കുമ്പോ അനൂപ് പറഞ്ഞ പോലെ ആറ്റുകാലിൽ ജനം ഇങ്ങനെ വരുന്ന ഒരു രംഗമുണ്ട്. സത്യം പറഞ്ഞാല് അത് ആലോചിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന പോലെ വണ്ടികൾ, KSRTC ബസ് ഇങ്ങനെ ഒരു സൈഡിൽ ആൾക്കാർ ഇങ്ങനെ പൊങ്കാല ഇട്ടിട്ട് പോകുന്ന രംഗം അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഇത് ഒരിടത്തും ഉണ്ടാവില്ല. കാരണം ഈ റോഡെല്ലാം ബ്ലോക്ക് ആക്കി ഒരു ദിവസം പൊങ്കാലയ്ക്ക് വേണ്ടി മാത്രമായി തിരുവനന്തപുരം ഒന്നാകെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞാൽ എല്ലാം ബ്ലോക്ക് ആക്കി നിൽക്കുന്നെന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. കാരണം ഇത് ഒരിടത്ത് സംഭവിക്കാത്ത കാര്യമാണ്. കാരണം റോഡൊക്കെ ബ്ലോക്ക് ആക്കി ഗതാഗതം നിലച്ചിട്ടാണ് ഈ പൊങ്കാല. അതിലെ KSRTC ഒരുമിച്ച് നിൽക്കും, തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരുമിച്ചുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ച്. നമുക്ക് ഈ ചരിത്രത്തിലേക്കൂടെ ഒന്ന് പോകാം.
ദേവിയുടെ ചരിത്രത്തിലേക്ക്. അതായത് ഈ പറയുന്ന പോലെ ഈ കണ്ണകി തമിഴ് സാഹിത്യത്തിലെ ഇതിഹാസം, കണ്ണകിയുടെ കണ്ണുകൾ, അതെ, കണ്ണകിയുടെ കഥയുമായിട്ടാണ് ഭർത്താവിനെ, കണ്ണകി എന്ന് പറയുന്നത് സ്വന്തം ഭർത്താവിനെ അത്ര കണ്ട് സ്നേഹിച്ച ഒരു സ്ത്രീയാണ് കണ്ണകി. തമിഴ് സാഹിത്യത്തിലെ കണ്ണകിയുമായിട്ടാണ് ദേവിയുടെ ആ ചരിത്രം പറയുന്നത്. സ്വന്തം ഭർത്താവിനെ ഒരു സദസ്സിൽ അവഹേളിച്ചപ്പോൾ അതിനെ ഏറ്റവും വേദനയോടെ നേരിട്ട കണ്ണകിയുടെ ഈ ചിലപ്പതികാരം എന്നൊരു കഥ തമിഴ് സാഹിത്യത്തിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് കണ്ണകിയുടെ കഥ വരുന്നത്. പിന്നെ ഈ കരമനയാറിന്റെ കിള്ളിയാറിന്റെ നടുവിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതും ഒരു വലിയ ഇതാണ്. പിന്നെ നമുക്ക് കാണാം ഈ വിളക്കുകെട്ടുകൾ, അതെ, വിളക്കുകെട്ടുകൾ ക്ഷേത്രത്തിലേക്ക് വരുന്നത് നിരവധി വിളക്കുകൾ. ഇവിടെ നിരവധി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് തന്നെ എത്ര വിളക്കെട്ടിലാണ് ഇവര് ഇങ്ങനെ വരുന്നത് ക്ഷേത്രത്തിൽ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് കൂട്ടുകാരെല്ലാം കൂടെ നമ്മൾ ഈ വർഷം നമ്മൾ കഴിഞ്ഞ വട്ടം ചെയ്തു. അല്ല, ഈ പറയുന്ന പോലെ ഈ ഒരു കൂട്ടം, അതായത് ഇപ്പം ഈ ഓരോരോ ജംഗ്ഷനിലാണ്. ഇപ്പൊ നമ്മുടെ എവിടെയാണെങ്കിൽ ഞാൻ താമസിക്കുന്നത് ഈ പാളയത്തിനടുത്താണ്. അവിടെയാണെങ്കിൽ ആ ഏരിയയിൽ തന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ക്ഷേത്രത്തിന്റെ പരിസരത്താണ് ഇട്ടുകൊണ്ടിരുന്നെങ്കിൽ ഇവിടെ പൂജാരികളെ പുറത്തോട്ടൊക്കെ ആയി. ഇപ്പൊ അവിടെ അവർക്ക് എവിടെ ഉണ്ടെങ്കിലോ ഇടാം. അതെ, പോറ്റി അവിടെ തന്നെ റെസിഡൻസുകാർ തന്നെ പോറ്റിയെ നിർത്തുകയും അവർ തന്നെ അതിനുവേണ്ടിയുള്ള തളിക്കലും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. പിന്നെ ഒന്നുകൂടെ നമുക്ക് പറയണം, ഈ പണ്ടാര അടുപ്പിൽ ഈ പൊങ്കാല കത്തിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം എന്ന് പറയുന്നത് അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അപ്പൊ അതിൽ പറയുന്ന പോലെ ഈ രാഷ്ട്രീയത്തിന് അത് കാണാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പൊങ്കാല അടുപ്പിൽ തിരി തെളിച്ച ശേഷം ആ പിന്നീടുള്ള രംഗമാണ് പിന്നീട് അതെ ഒരു യാഗ ഭൂമി ആവുകയാണ്. അപ്പൊ അതൊരു വല്ലാത്ത കാഴ്ചയാണ് അല്ലെ. സത്യത്തിൽ ഒരു എത്ര നിരീശ്വരവാദിയാണെങ്കിൽ പോലും വേറെ ഒരു ദേവി എന്ന് പറയുന്നത് അത്രയും ഇഷ്ടപ്പെടുന്നത്. കാര്യം ഞാൻ ജനിച്ചു വളർന്ന തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പൊ എനിക്ക് സത്യത്തിൽ എന്റെ നാടെന്ന് പറഞ്ഞാൽ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രം എന്ന ക്ഷേത്രത്തിനടുത്താണ്. അതും ഒരു ദേവിയാണ്. പക്ഷെ എങ്കിലും ഈ പറയുന്ന പോലെ നമുക്ക് എല്ലാവർക്കും ഒരു മനസ്സിനെ അറ്റോൽ അമ്മ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്റെ അമ്മ ജീവിച്ചിരിക്കുന്ന അമ്മയെ പോലെയാണ്. അല്ല, അനൂപ് ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ അമ്മയെ കൊണ്ടാക്കുന്നു. ഇപ്പൊ എന്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അമ്മയ്ക്ക് എന്തൊരു മുന്നൊരുക്കം. ഈ അമ്മമാർക്കാണ് ഏറ്റവും വലിയ. പിന്നെ സ്ത്രീകൾ, ഇപ്പൊ എനിക്ക് വീട്ടിൽ നിന്ന് എന്റെ വൈഫ് പോകുന്നുണ്ട്, ഭാര്യ പോകുന്നുണ്ട്. അവരേതോ അവരുടെ അമ്മയുടെ അടുത്താണ് പോയിരുന്നത്. ഇപ്പൊ നമുക്കാണെങ്കിൽ വഞ്ചൂര് ഇതേപോലെ ഒരു വലിയ ഈ ഭക്ഷണം കൊടുക്കല്, വെള്ളം കൊടുക്കല്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഐസ്ക്രീം ഏതൊക്കെ ഫുഡ് എങ്ങനെയാക്കി ഇതെല്ലാം അവർ കാശ് പിരിച്ച് അവരെ കയ്യിൽ നിന്നിട്ട് ഒരു വല്ലാത്ത കാര്യം. പൊങ്കാല ഇട്ട് വരുന്നവർക്ക് വെള്ളം കൊടുക്കുന്ന രംഗം കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇത്തരത്തിൽ ദേവീ സംഘം അതും ഒരു സ്ഥലത്തല്ല, ഇടവിട്ടാണ് അവർ കൊടുക്കുന്നത്. കാരണം ഒരു സ്ഥലത്തുനിന്ന് പിന്നെ അങ്ങറ്റമല്ല, എല്ലാം ഇടവിട്ടാണ് അവർ കൊടുക്കുന്നത്. എല്ലാം ഞാൻ എടുത്തു പറയാം, പൗരസമിതിക്കാര്, പിന്നെ ഈ പാർട്ടിക്കാര്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയാണ്, ഓരോ മതത്തിലെ ആൾക്കാർ എല്ലാവരും എടുത്തു പറയാം. ഇപ്പൊ ഈ പള്ളിയിലെ കാര്യം പറഞ്ഞില്ലേ, പാളയം പള്ളിയിലെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ പോണ വഴിയിലൊക്കെ ഉള്ള പള്ളികളിൽ അവരൊക്കെ തന്നെ ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോ തിരുവനന്തപുരത്തുകാര് എന്ന് നമ്മൾ എടുത്തു പറയുമ്പോഴും എല്ലാ ജാതി മതസ്ഥരും, ഞാൻ പറഞ്ഞ തിരുവനന്തപുരത്തുകാർ മാത്രമല്ല വേറെ ജില്ലയിലുള്ളവരും വരുന്നുണ്ട്. അവിടെ എറണാകുളത്ത് നിന്ന് വരാനുള്ള ട്രെയിൻ സംവിധാനമുണ്ട്. ഗുരുവായൂരിൽ നിന്ന് എല്ലാവരും അവര് പുറത്തുനിന്ന് ആളുകൾ വന്ന് അവിടെ നിന്ന് പിരിവിട്ട് അവര് ഈ ആഴ്ചകൾ തന്നെ അവര് തന്നെ നിന്ന് ഓരോ കാര്യങ്ങൾ വീണ്ടും എല്ലാവർക്കും ഈ പൊങ്കല ഉള്ള ആൾക്കാർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും പറയേണ്ട കാര്യമാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉത്സവം, അതായത് ഇപ്പോൾ ഈ പൊങ്കാല കഴിയുന്നു, മണിക്കൂറുകൾക്കകം ആ റോഡ് വൃത്തിയാക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ഈ പറയുന്ന ഇപ്പോഴത്തെ മന്ത്രി ശിവൻകുട്ടി മേയർ ആയിരിക്കുന്ന സമയം മുതൽ തുടങ്ങിയതാണ്. ഇപ്പൊ കഴിഞ്ഞ തവണ അതിന്റെ പേരിൽ അലിഗേഷനൊക്കെ ഉണ്ടായത് ഓർമ്മയുണ്ടല്ലോ, ഈ ആര്യ വന്നിരുന്നത്. പക്ഷെ വി കെ പ്രശാന്ത് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഇപ്പോഴും പൊങ്കാല ഇട്ട് അരമണിക്കൂർ അതെ തിരുവനന്തപുരം സിറ്റി ക്ലിയർ. അതെ, അത് തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മൾ എടുത്തു പറയുന്നത്. ഇപ്പം ഈ പറയുന്ന രാജേഷ് കൂടെ വന്ന സ്ഥിതിക്ക് ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മേയർ കൂടെ ആകുമ്പോൾ നമുക്ക് മുൻപുണ്ടായിരുന്നതിനേക്കാൾ നല്ല ഭംഗിയായി ഈ പൊങ്കാല ഇട്ട് പൊങ്കാല എല്ലാം കഴിഞ്ഞ് ഇവരെല്ലാം നിവേദിച്ചിട്ട് നമ്മളൊന്ന് വീട്ടിൽ പോയിട്ട് തിരിച്ചൊന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന് നോക്കൂ, അവിടെ ഓൾ ക്ലീൻ ആണ്. നമ്മൾ പഴയ പൊങ്കാല ഇട്ട് നമുക്ക് തോന്നത്തില്ല. പിന്നെ ഒന്നും പറയാൻ കേട്ടോ, നമ്മൾ ഈ പറയുന്ന പൊങ്കാല ഇട്ട് പോകുന്നവർക്കുള്ള യാത്രാ സൗകര്യം ഒരുക്കുന്നത് നിരീശ്വരവാദികളാണ് ഭരിക്കുന്നത് എന്ന് പറയുകയാണെങ്കിലും കഴിഞ്ഞ 10 കൊല്ലവും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് പൊങ്കാല ഇടാൻ വരുന്നവർക്ക് നല്ല. നമ്മൾ കാണുന്ന രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെ എന്നൊക്കെ അറിയാമല്ലോ. ഈ പണ്ടാരടുപ്പിൽ കൊളുത്തുന്ന സമയത്ത് വി ശിവൻകുട്ടി, ശിവകുമാർ, VS BJP നേതാക്കള്, എനിക്ക് തോന്നുന്നു രാജേട്ടനൊക്കെ തന്നെ വരാറുണ്ട്. പിന്നെ തന്ത്രി വന്നത്, ശരിക്കും ആ രംഗം വളരെ നമുക്ക് ഇത് കത്തിച്ചു കഴിഞ്ഞാൽ അത് പാസ് ചെയ്യുന്ന രംഗം അല്ലേ, TV യിൽ കണ്ടിട്ട് തുടർന്നോളൂ എന്ന് പറയുന്നു. പിന്നീട് ഈ പറയുന്ന വിഭവങ്ങൾ നമുക്ക് പറയാം.
എന്തൊക്കെയാണ് പറയുന്നത്? ഈ പറയുന്ന പോലെ പൊങ്കാലയ്ക്ക് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളപ്പായസം ഉണ്ട്, മണ്ടപ്പുറ്റ്. ഈ മണ്ടപ്പുറ്റ് തെരളി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തെരളിയാണ്. ഞാൻ അമ്മയടുത്ത് എപ്പോഴും പറയാം, അമ്മ പോകുമ്പോ തെരളി ഇടാൻ മറക്കല്ലേ, കാരണം എനിക്ക് കുറച്ച് കൂടുതൽ. കാരണം തെരളി എപ്പോ ഇട്ടാലും ഞാൻ ഇങ്ങനെ അമ്മ എടുത്ത് അടച്ചു വെച്ചാൽ ഞാൻ ഇടയ്ക്ക് കഴിച്ചോണ്ടിരിക്കും. പോകും. അത് കഴിഞ്ഞാലും ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോകും. എന്റെ റിലേറ്റീവ് വീടുണ്ട്, അവിടെ പോയിട്ട് തെരളി ഉണ്ടോ എന്ന് ചോദിക്കും. തെരളി എനിക്ക് ഏറ്റവും ഈ മണ്ടപ്പുറ്റ് ഒരു കൺസെപ്റ്റ് ആണ്. മണ്ടപ്പുറ്റ് ഒരു ഈ പറയുന്ന പോലെ ഒരു ഇതാണ്, ഒരു ഐതിഹ്യം കൂടെ മനസ്സിൽ എന്തോ അതിനുണ്ട്. അത് ഈ പറയുന്ന നേർച്ചയുടെ ഭാഗമാണ്, പയറും മറ്റുമൊക്കെ ചേർന്നുള്ള അല്ലെ. ഏതായാലും തിരുവനന്തപുരത്തുകാരായ നമ്മൾ രണ്ടുപേരും ഇത് പറയുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഇപ്പോൾ തന്നെ നമ്മള് ആ നഗരവീതിയിൽ നമ്മൾ എത്തിയത് പോലൊരു തോന്നലാണ്. തോന്നലാണ്. കാരണം അമ്മയെ ഒന്ന് കാണണം. പൊങ്കാല ഈ ഉത്സവ സമയത്ത് അമ്മയെ കാണുമ്പോൾ തീർച്ചയായിട്ടും ക്യൂ നിന്ന് പോയി കാണുന്നത് ഒരു പ്രത്യേകത. നമുക്ക് എപ്പോഴും അമ്മ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എല്ലാ ദിവസവും അമ്മയ്ക്ക് അരികിലാണ് ഞാൻ താമസിക്കുന്നത്. കുറച്ച് ഒരു 5 കിലോമീറ്റർ അരികിലാണ് താമസിക്കുന്നത്. അപ്പൊ എപ്പോഴും അമ്മയെ കാണാം. പക്ഷെ ഈ ഉത്സവ സമയത്ത് പോയി കാണുക എന്ന് പറയുന്നത് അത് പ്രത്യേക ഒരു നിറവ് തന്നെയാണ്. ആ ഒരുങ്ങിയിരിക്കുന്ന അമ്മയെ കണ്ട് തൊഴുത് ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എന്തോ ഭയങ്കര ഒരു നിറവാണ്. ചന്ദനവും തൊട്ട് ഒരു ചുവന്ന കുറിയൊക്കെ തൊട്ട് ഇറങ്ങുമ്പോൾ ഒരു ഭയങ്കര തൃപ്തിയാണ് അല്ലെ. ഇനിയിപ്പം ആറ്റുവല്ലിൽ പോകണം, ഇനി കുറച്ച് പരിപാടികളൊക്കെ. എന്തായാലും നമ്മളീ പോകുന്ന അവസരം പോയി തൊഴാൻ പറ്റില്ല, അത് ഉറപ്പാണ്. ഭയങ്കര തിരക്കായിരിക്കും. തിരക്ക് നിന്ന് തൊഴുതാലേ ആ ഒരു നിറവ് നമുക്ക് ലഭിക്കും. ഏതായാലും ഇനി തിരക്കുകൾക്കിടയിൽ നമുക്ക് അടുത്ത വർഷമെങ്കിലും ദൈവം അവിടെ പോയി തൊഴാൻ, ഉത്സവ നാളിൽ തൊഴാൻ പറ്റുമെന്ന് തന്നെ കരുതാം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ ആ ഒരു തിരുവനന്തപുരംകാരുടെ അല്ല, ദേശത്തിന്റെ അല്ല, ലോകത്തെമ്പാടുമുള്ളവരുടെ അമ്മയാണ്. പൊങ്കാല നാളുകൾ എത്താറായി. നമുക്ക് നോക്കാം.